ശ്രീ എ സജീവൻ, ഇവർ അവരവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെ വസ്തുതകളൊക്കെ വിലയിരുത്തി വളരെ നിഷ്പക്ഷമായി അവിടുത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി വലിയ മേൽക്കൈ അവിടെയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോ അവരുടെ കുടുംബത്തിനോ അവരുടെ രാഷ്ട്രീയമായ തുടർച്ചയ്ക്കോ ഒക്കെ ആകാത്ത വിധമുള്ള ഒരു തരംഗം LDF അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എം സ്വരാജിലൂടെ എന്നതും വളരെ വസ്തുതാപരമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി താങ്കൾ തന്നെ സൂചിപ്പിച്ചതാണ്. ഇനി ഈ രാഷ്ട്രീയ അങ്കലാപ്പുകളാണോ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളുമായുള്ള അടുപ്പത്തിലേക്ക് UDFനെ നയിച്ചത്? അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് തരത്തിലായിരിക്കും അവിടുത്തെ ഡെമോഗ്രഫി പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് ആർക്കനുകൂലമായിട്ടായിരിക്കും അത് ഭവിക്കുക? അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇതിനു മുമ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ UDF വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെ അവര് എടുത്തൊരു നിലപാട്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു അല്ലാതെ അവർ വെള്ള പൂശാൻ ഒരിക്കൽ പോലും UDFന്റെ ഒരു നേതാവും ശ്രമിച്ചിരുന്നില്ല. ഇത്തവണ ഉണ്ടായ ഒരു അബദ്ധം എന്ന് പറയുന്നത് മറ്റു നേതാക്കന്മാരും അങ്ങനെ ചെയ്തു വന്നില്ല. VD സതീശിന്റെ കാര്യത്തിൽ, അപ്പൊ പ്രകാശിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രീയം ഒഴിവാക്കി, അവർ പഴയ നിലപാട്, രാഷ്ട്രീയ നിലപാടല്ല അവർക്കുള്ളത്, അവർ മതരാഷ്ട്രീയം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന നടത്തുന്നു. അതാണ് ഉണ്ടായ പ്രശ്നം. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വാഭാവികമായിട്ടും ഒരു കിട്ടാതെ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണമെന്നില്ല. അത് വോട്ട് ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കുക. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യണമെന്നില്ല, വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ വോട്ട് മുഴുവൻ കൊടുക്കുന്നു പറഞ്ഞാലും അത് അവർ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ അത് അവരുടെ താല്പര്യമാണ്. അവർ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളൊന്നും പറയുന്നില്ല, അവരുടെ നിലപാടാണ് എന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. അത് PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളൊക്കെ വളരെ കരുതലോട് കൂടിയിട്ട് അത്തരം കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കുഞ്ഞാലിക്കുട്ടിക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗിനകത്ത് തന്നെ പ്രതികരണം ഉണ്ടാകുന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയാം. ലീഗിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന EK വിഭാഗം സുന്നികൾ, അവര് അതിനെ അംഗീകരിക്കില്ല എന്നറിയാം. കാരണം EK വിഭാഗം സുന്നികളുടെ മൊത്തമായിട്ട് സുന്നി വിഭാഗത്തിന്റെ വളരെ ശക്തമായ അവരെതിർക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയത്തെ ഒരിക്കൽ പോലും അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ വളരെ കരുതലോട് കൂടിയിട്ടാണ് പ്രതികരിച്ചത്. പക്ഷെ VD സതീശൻ ഇവിടെ പ്രതികരിച്ചപ്പോ ഇത് അവരുടെ നിലപാട് മാറ്റി എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന 1941 മൗദൂദി രൂപീകരിക്കുന്നതിന് മതവും രാഷ്ട്രീയവും വ്യത്യസ്തമല്ല എന്ന അടിത്തറയിലാണ്. അതായത് മതത്തിന്റെ അതേ അടിസ്ഥാനത്തിലായിരിക്കണം രാഷ്ട്രീയം. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന ഒരു അടിത്തറയിലാണ് ആ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവർ മാറ്റി എന്ന് പറയുന്നത് VD സതീശനാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിലപാടില്ല എന്ന് അതേ ദിവസം, അതിന് അടുത്ത ദിവസം തന്നെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ വോട്ട് സ്വാഭാവികമായിട്ടും വന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വിവാദമാക്കി തീർക്കുകയും അതിനെതിരെയുള്ള ഇപ്പം നമുക്കറിയാം AP വിഭാഗം സുന്നികൾ അവരുടെ റിസാലയിൽ വളരെ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് വരെ അവർ പറഞ്ഞു. അത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ, പരമ്പരാഗത മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വളരെ സ്വാധീനമുള്ള, ഇപ്പൊ സമസ്ത EK വിഭാഗം പോലെ തന്നെ സ്വാധീനമുള്ളവരാണ് സമസ്ത AP വിഭാഗവും. തീർച്ചയായിട്ടും അവർ വളരെ വിഷമമായ രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അവര് നിലപാട് മാറ്റിയതായിട്ട്. AP വിഭാഗത്തിന്റെ ഒരു ഉസ്താദിനെ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. അതേപോലെയാണ് ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സമയത്ത് കാര്യമായി പ്രതികരിക്കാത്തവരാണ് KNM നസ്രത്തുൽ മുജാഹിദ്. അതിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള കോയ മദനി പറഞ്ഞല്ലോ, അവര് മതരാഷ്ട്രീയം മാറ്റിയിട്ടില്ല, അവരുടെ അടിസ്ഥാന തത്വം തന്നെ മതരാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. അതെ, മതരാഷ്ട്രീയം ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. കാരണം മൗദൂദി എന്ന അബുലാല മൗദൂദി എന്ന അവരുടെ ആചാര്യൻ പറയുന്നത് തന്നെ അങ്ങനെയാണ്. കാരണം ഈ നമസ്കാരത്തെ പോലും അവർ അതിൻ്റെ ആത്മീയതയൊക്കെ ചോർത്തിക്കളഞ്ഞ് തോളോട് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കുന്നത് പോലും ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ പാതയിലേക്ക് പോകാനുള്ള കൂട്ടുകെട്ടാണ്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പല വിധത്തിലുമുള്ള ആരാധനകളെപ്പോലും വിശ്വാസങ്ങളെപ്പോലും ആ രീതിയിൽ വളച്ചൊടിച്ച വ്യക്തിയാണ് അബുൽ ആല മൗദൂദി. ആ മൗദൂദിസമാണ് ജമാഅത്തെ ഇസ്ലാമി. അതില്ലാതെ അവരില്ല. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി വെള്ളം പൂശുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്.
അതിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സതീശൻ പലപ്പോഴും ഇപ്പൊ ഇവിടെ നിജേഷ് വളരെ കൃത്യമായിട്ട് താങ്കളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായ രീതിയിൽ പ്രകാശിന്റെ കാര്യത്തിൽ പറഞ്ഞു. പ്രകാശിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്, അദ്ദേഹത്തിന്റെ മകൾ ഞങ്ങളുടെ മകളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ ഒപ്പമുള്ള ആളാണ്, ഞങ്ങളുടെ അത് സഹോദരിയാണ്. നിജേഷ് അരവിന്ദ് പറയുന്നത് അത് കറക്റ്റാണ്. നിജേഷ് അരവിന്ദ് പറയുന്നത് സത്യമാണ്. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരും ഉണ്ട് അതിൽ. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് ഈ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ അറിഞ്ഞിട്ട് ബോധവാൻ പറയാനൊന്നും പറയുന്നില്ല, വി ഡി സതീശനെ ഇപ്പൊ എവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി പ്രകാശിന്റെ വീട്ടിൽ പോകണമെന്ന് പറയാൻ പോകേണ്ട കാര്യം എന്താണ്? അങ്ങനെ പോകണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത് അത് ഏത് ഘട്ടത്തിലായാലും പറ്റില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോകാൻ പ്രകാശ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ മതി. അനപ്പൊ അനാവശ്യമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായതാണ് ഇവിടെയൊക്കെ പ്രശ്നമായി